ശബരിമല യുവതീ പ്രവേശന കേസിലെ വാദത്തിനിടെ അഭിഭാഷകനെ ശാസിച്ച് സുപ്രീം കോടതി. ബി.ജെ.പി നേതാവായ അഭിഭാഷകൻ അശ്വിനികുമാർ ഉപാധ്യായക്കാണ് കോടതി താക്കീത് നൽകിയത്. കോടതി നിശ്ചയിച്ച വിഷയങ്ങളിൽ നിന്ന് വ്യതിചലിക്കരുത് എന്ന് വിശാല ബെഞ്ച് നിർദ്ദേശിച്ചു. ഷബ്നയാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഷബ്ന, എന്താണ് ഈ ശാസിക്കാൻ ഇടയാക്കിയ സാഹചര്യം എന്തായിരുന്നു? എന്താണ് അഭിഭാഷകൻ അവിടെ വാദിച്ചിരുന്നത്? ഷാമിലി, ഈ ശബരിമല കേസുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ വാദം നടത്തിയത് ബി.ജെ.പി നേതാവ് അശ്വിനികുമാർ ഉപാധ്യായയാണ്. ഈ കഴിഞ്ഞ 200 കൊല്ലത്തിനിടെ ഇന്ത്യ 7 രാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടു എന്ന വാദത്തിനിടെ ഇദ്ദേഹം കോടതിയിൽ പറഞ്ഞു. അപ്പോഴാണ് കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടത്. വാദത്തിനിടെ ഇത്തരത്തിൽ മറ്റ് വിഷയങ്ങളിലേക്ക് വ്യതിചലിക്കരുത് എന്ന് കോടതി പറയുകയും ഈ അഭിഭാഷകനെ ശാസിക്കുകയും ചെയ്തു. 7 ചോദ്യങ്ങളിൽ നിന്നാണ് ഈ ശബരിമല കേസുമായി ബന്ധപ്പെട്ട വാദം നടക്കുന്നത്. ആ 7 ചോദ്യങ്ങൾ, അതായത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25, 26 പ്രകാരമുള്ള മതപരമായ സ്വാതന്ത്ര്യം, വ്യക്തി സ്വാതന്ത്ര്യം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അതിലൂന്നിയുള്ള വാദങ്ങളാണ് നടത്തേണ്ടത് എന്ന് കോടതി പറയുകയും ചെയ്തു. ഇദ്ദേഹം വാദത്തിനിടെ ഇത്തരത്തിലുള്ള ഈ ഇന്ത്യയുടെ വിഭജനം സംബന്ധിച്ച കാര്യങ്ങൾ പറയുകയും അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്തത് ഇപ്പോൾ പല പള്ളികളിലും വ്യത്യസ്തമായ രീതികൾ ഉണ്ടാകും. മദീനയിലും മക്കയിലും വ്യത്യസ്ത രീതിയുണ്ട്, ജെറൂസലേം പള്ളിയിൽ വ്യത്യസ്ത രീതിയുണ്ട്, എല്ലാ പള്ളികളിലും ഒരുപോലെയല്ല. അങ്ങനെയാണ് ശബരിമലയിലെയും കാര്യം. എല്ലാ ക്ഷേത്രങ്ങളിലും പോലെയല്ല ശബരിമലയിലെ പ്രത്യേകത തുടങ്ങിയ കാര്യങ്ങൾ വാദിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടെയാണ് ഈ വിഭജനം സംബന്ധിച്ച രാജ്യം വിഭജിച്ചു എന്ന പരാമർശം ഉണ്ടാകുന്നത്. അതാണ് കോടതി താക്കീത് നൽകിയത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാദങ്ങൾ ഇപ്പോഴും കോടതിയിൽ പുരോഗമിക്കുന്നു. ഇപ്പോൾ ഉച്ചഭക്ഷണത്തിന് പിരിഞ്ഞിട്ടുണ്ട്. 2 മണിക്ക് ഈ വാദം പുനരാരംഭിക്കും.